ഓം ശാന്തി. 4/5/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, ബാബ എന്താണോ കേൾപ്പിക്കുന്നത് അത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിയണം. നിങ്ങളിവിടെ വന്നിരിക്കുന്നത് സൂര്യവംശി കുടുംബത്തിൽ ഉയർന്ന പദവി എടുക്കാനാണ്. അപ്പോൾ ധാരണയും ചെയ്യണം. എന്താണോ ബാബ പറയുന്നത് അതാണ് സത്യം. അത് തന്നെയാണ് നാം ചെയ്യേണ്ടത്. എന്താണോ നാം ചെയ്യേണ്ടത്, എത്രത്തോളം നമ്മളുടെ ഹൃദയത്തിൽ പതിയുന്നുവോ അത്രത്തോളം വളരെ എളുപ്പമായി ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. നമ്മളുടെ ലക്ഷ്യം എപ്പോഴും മുന്നിലുണ്ടായിരിക്കണം. നമ്മൾ സൂര്യവംശി കുടുംബത്തിൽ ഏറ്റവും ഉയർന്ന പദവി എടുക്കാൻ വന്നിരിക്കുകയാണ്. അതിനനുസരിച്ചുള്ള ധാരണയും ആവശ്യമാണ്. ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾ, നഷ്ടങ്ങൾ ഇവയിൽ സമയം കളയരുത്. നമ്മുടെ ധാരണ സത്യയുഗത്തിലെ ഉയർന്ന പദവി എടുക്കുന്നതിന് യോഗ്യമായിരിക്കണം. ചോദ്യം: സദാ റിഫ്രഷ് ആയിരിക്കുന്നതിനുള്ള മാർഗം എന്താണ്? ഉത്തരം: ഏതുപോലെ ചൂട് സമയത്ത് ഫാൻ ഉപയോഗിക്കുന്നതിലൂടെ റിഫ്രഷ് ആകുന്നു, ഇതുപോലെ സദാ സ്വദർശന ചക്രം കറക്കിക്കൊണ്ടിരിക്കൂ, എങ്കിൽ റിഫ്രഷ് ആയിരിക്കും. കുട്ടികൾ ചോദിക്കുന്നു, സ്വദർശന ചക്രധാരി ആകുന്നതിൽ എത്ര സമയം എടുക്കും? ബാബ പറയുന്നു, കുട്ടികളെ, ഒറ്റ സെക്കൻഡ്. നിങ്ങൾ കുട്ടികൾക്ക് സ്വദർശന ചക്രധാരി തീർച്ചയായും ആകണം. എന്തുകൊണ്ടെന്നാൽ ഇതിലൂടെയാണ് നിങ്ങൾ ചക്രവർത്തി രാജാവ് ആകുന്നത്. സ്വദർശന ചക്രം കറക്കുന്നവരാണ് സൂര്യവംശി ആകുന്നത്. ഈയിടെയായി നല്ല ചൂടുള്ള സമയമാണ്. ഈ ചൂടുള്ള സമയത്ത് ഏതുപോലെ ഫാൻ ഉപയോഗിക്കുന്നതിലൂടെ തണുപ്പ് അനുഭവപ്പെടുന്നു, റിഫ്രഷായി തീരുന്നു. ഇതുപോലെ ബാബ പറയുന്നു, നമ്മൾ ആത്മാവും എപ്പോഴാണോ സ്വദർശന ചക്രം കറക്കുന്നത് അപ്പോൾ ആത്മാവും റിഫ്രഷായി തീരുന്നു. എപ്പോഴാണോ ആത്മാവ് തൻ്റെ ദീർഘയാത്രയെക്കുറിച്ച് ചിന്തിക്കുന്നത്, തുടക്കത്തിലുള്ള, മധ്യത്തിലുള്ള, അന്തിമത്തിലുള്ള ഏറ്റവും മികച്ച സമയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അപ്പോൾ തീർച്ചയായും റിഫ്രഷായി തീരുന്നു. ചില കുട്ടികൾ ബാബയോട് സംശയം ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് നമ്മൾ പൂർണ്ണമായും സ്വദർശന ചക്രധാരി ആകുന്നത്? അതിന് ബാബ ഉത്തരം നൽകുന്നു, 1 സെക്കൻഡിലാണ്. നമ്മൾ സ്വദർശന ചക്രം കറക്കുമ്പോൾ ഏത് സമയമാണോ നമ്മൾക്ക് റിയലൈസേഷൻ അല്ലെങ്കിൽ തിരിച്ചറിവ് വരുന്നത്, തീർച്ചയായും ഞാനത് ചെയ്തിട്ടുണ്ട്, ഇത് ഞാൻ തന്നെ ആയിരുന്നു എന്ന അനുഭവം ഉണ്ടാകുന്നത്, ആ സെക്കൻഡിൽ നാം സ്വദർശന ചക്രധാരി ആകുന്നു. എന്തു വന്നാലും നമ്മൾ ആത്മാക്കൾ സ്വദർശന ചക്രധാരി തീർച്ചയായും ആകണം. കാരണം ഇതിലൂടെയാണ് ചക്രവർത്തി രാജാവ് ആകുന്നത്. ബാബ പലപ്പോഴും മുരളിയിൽ പറഞ്ഞിട്ടുണ്ട്, ചക്രവർത്തി രാജാവാകണമെങ്കിൽ ചക്രം തീർച്ചയായും കറക്കണം. ആര് ഈ ചക്രം കറക്കുന്നുവോ അവർ തന്നെയാണ് സൂര്യവംശി ആകുന്നത്. സൂര്യവംശി എന്നാൽ ഏറ്റവും ഉയർന്ന വംശമാണ്, ഏറ്റവും ഉയർന്ന പദവിയാണ്. ഈ ഉയർന്ന പദവി എടുക്കുന്നതിന് സ്വദർശന ചക്രധാരിയാകണം. നാം ചക്രം കറക്കുന്നതിലൂടെ നമ്മളുടെ ഉള്ളിൽ മറന്നു കിടക്കുന്ന നമ്മളുടെ പഴയ ഓർമ്മകൾ ഉണരുന്നു. വിദ്യാഭ്യാസത്തിലും പറയുന്നത്, പുറമേന്നൊരു കാര്യം ഉള്ളിലേക്ക് വരികയല്ല, പുറമേ ഉള്ള കാര്യം, നമ്മൾ അറിയുന്ന കാര്യം, നമ്മളുടെ ഉള്ളിൽ തന്നെ ഉള്ള കാര്യത്തെ ഉണർത്തുകയാണ് ചെയ്യുന്നത് എന്നാണ്. ഇതുപോലെ സ്വദർശന ചക്രം കറക്കുന്നതിലൂടെ നമ്മളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ പഴയ സ്മൃതികളെല്ലാം ഉണരുന്നു. അത് ഉണരുമ്പോഴാണ് ഇത് തന്നെയാണ് ഞാൻ, ദേവി ദേവത നമ്മൾ തന്നെയായിരുന്നു എന്നത് പൂർണ്ണമായും നാം തിരിച്ചറിയുന്നു. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഒരു ബാബയുടെ കൂട്ടുകെട്ടിൽ സ്വയം തന്നെ പവിഴബുദ്ധി ആക്കണം. സമ്പൂർണ്ണ നിർവികാരി ആകണം. കുസംഗത്തിൽ നിന്ന് ദൂരെയിരിക്കണം.
2. സദാ ഈ ഒരു സന്തോഷത്തിലിരിക്കണം. നമ്മൾ സ്വദർശന ചക്രധാരിയിൽ നിന്ന് പുതിയ ലോകത്തിലെ അധികാരിയായ ചക്രവർത്തി ആകുന്നു. ശിവബാബ വന്നിരിക്കുകയാണ് നമ്മെ ജ്ഞാന സൂര്യവംശി ആക്കുന്നതിന്. നമ്മുടെ ലക്ഷ്യവും ഇത് തന്നെയാണ്. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ബാബയുടെ കൂട്ടുകെട്ടിലൂടെയാണ് നമ്മളുടെ ബുദ്ധി ശുദ്ധമാകുന്നത്, പവിഴമാകുന്നത്. അതിനാൽ ബാബയുടെ കൂട്ടുകെട്ടിൽ ഇരിക്കണം, ബുദ്ധിയെ പവിഴമാക്കണം. ഒപ്പം സമ്പൂർണ്ണ നിർവികാരിയുമാകണം. മോശമായ കൂട്ടുകെട്ടിൽ നിന്ന് ദൂരെയായിരിക്കണം. മോശമായ കൂട്ടുകെട്ട് ഡയറക്റ്റ് ബുദ്ധിയെയാണ് ബാധിക്കുന്നത്. അതിനാൽ ഒരിക്കലും ചാൻസ് എടുക്കരുത്. കുസംഗത്തിൽ നിന്ന് ദൂരെയായിരിക്കണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നമ്മൾ ഓരോരുത്തരും സ്വദർശന ചക്രധാരിയിൽ നിന്ന് വിശ്വത്തിന്റെ അധികാരിയായ ചക്രവർത്തി ആകുകയാണ്. എന്തുകൊണ്ടെന്നാൽ ആരാണോ ഈ സംഗമയുഗത്തിൽ സ്വദർശന ചക്രം കറക്കുന്നത്, അതായത് മുഴുവൻ സൃഷ്ടിയുടെയും ആദി മധ്യ അന്ത്യത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തൻ്റെ ബുദ്ധിയിൽ കറക്കുന്നത്, അവർക്കാണ് അവരുടെ പഴയകാല സ്മൃതികൾ ഉണർന്നു വരുന്നത്. പഴയകാല സ്മൃതി എന്നാൽ നമ്മൾ സത്യയുഗത്തിലുണ്ടായിരുന്നു, ത്രേതയിലുണ്ടായിരുന്നു, ദ്വാപര കലിയുഗങ്ങളിലും ഉണ്ടായിരുന്നു. ഈ സമയത്തെല്ലാം നമ്മൾ ജന്മങ്ങളെടുത്തിരുന്നു. അതിനാൽ എന്ത് കണ്ടുവോ എന്ത് പ്രവർത്തിച്ചുവോ എല്ലാത്തിൻ്റെയും ഓർമ്മകൾ സംസ്കാരത്തിൽ റെക്കോർഡായിട്ടുണ്ട്. സ്വദർശന ചക്രം കറക്കുന്നതിലൂടെ പതുക്കെ പതുക്കെ ആ ഓർമ്മകൾ തിരിച്ചു വരികയാണ്. നമ്മൾ എന്ത് ചെയ്തു എന്നത് ഓർമ്മിക്കുകയല്ല, പക്ഷെ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഫീലിംഗ് നമ്മൾ തീർച്ചയായും ഓർമ്മിക്കും. സത്യയുഗത്തിൽ എന്തായിരുന്നു ഫീല് ചെയ്തിരുന്നത് എന്നത് വ്യക്തമായി ഓർമ്മിക്കുന്നത് കാരണം നമ്മൾ തന്നെയാണ് ദേവാത്മാവ് എന്നത് പൂർണ്ണമായും നാം തിരിച്ചറിയുന്നു. ഇതിലൂടെ നമ്മൾ ചക്രവർത്തി രാജാവായി മാറുന്നു. ബാബ വന്നിരിക്കുന്നത് തന്നെ നമ്മളെ സൂര്യവംശിയാക്കാനാണ്. നമ്മളുടെ ലക്ഷ്യവും ഇത് തന്നെ ആയിരിക്കണം. നമ്മുടെ ടീച്ചർ പഠിപ്പിക്കുന്നത് സൂര്യവംശിയാകുന്നതിനാണ്. നമ്മൾ വിദ്യാർത്ഥികളുടെ ലക്ഷ്യവും ഇത് തന്നെ ആയിരിക്കണം. വരദാനം: വിഘ്നങ്ങളെ വിനോദത്തിനുള്ള കളിയെന്ന് മനസ്സിലാക്കി മറികടക്കുന്ന നിർവിഘ്നരും വിജയിയുമായി ഭവിക്കട്ടെ. വിഘ്നം വരിക ഇത് നല്ല കാര്യമാണ്. എന്നാൽ വിഘ്നത്തിൽ തോൽവി പറ്റരുത്. വിഘ്നം വരുന്നത് തന്നെ ശക്തിശാലി ആക്കുന്നതിനാണ്. ഇതിനാൽ വിഘ്നങ്ങളോട് പേടിക്കുന്നതിന് പകരം അവയെ വിനോദത്തിനുള്ള ഉപാധി അല്ലെങ്കിൽ കളി എന്ന് മനസ്സിലാക്കി മറികടക്കുകയാണെങ്കിൽ അപ്പോൾ പറയും നിർവിഘ്ന വിജയി എന്ന്. എപ്പോൾ സർവശക്തിവാനായ ബാബ കൂടെയുണ്ടോ അപ്പോൾ പേടിക്കാനുള്ള ഒരു കാര്യവുമില്ല. ബാബയുടെ ഓർമ്മയിലും സേവനത്തിലും ബിസിയായിരിക്കൂ, എങ്കിൽ നിർവിഘ്നരാകും. എപ്പോഴാണോ ബുദ്ധി ഫ്രീ ആകുന്നത് അപ്പോഴാണ് മായ അല്ലെങ്കിൽ വിഘ്നം വരുന്നത്. ബിസിയായിരിക്കൂ, എങ്കിൽ മായയിൽ നിന്നും വിഘ്നത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാധിക്കും. വിഘ്നങ്ങൾ വരുന്നത് നമ്മെ ശക്തിശാലി ആക്കുന്നതിനാണ്. ഇതിനാൽ പേടിക്കുന്നതിനു പകരം വിനോദത്തിനുള്ള മാർഗമെന്ന് മനസ്സിലാക്കി മറികടക്കണം. സർവശക്തിവാനായ ബാബ നമ്മുടെ ഒപ്പമുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരു നഷ്ടവും ഒരു കഷ്ടവും വരില്ല. ബാബയുടെ ഓർമ്മയിലും സേവനത്തിലും ബിസിയായിരിക്കുകയാണെങ്കിൽ ബുദ്ധി ഒരിക്കലും മായയ്ക്ക് വേണ്ടിയോ വിഘ്നത്തിനു വേണ്ടിയോ ഫ്രീ ആയിരിക്കില്ല. ഇപ്രകാരം മായയെയും വിഘ്നത്തെയും ഒഴിഞ്ഞു മാറാൻ സാധിക്കും. സ്ലോഗൻ: സുഖത്തിൻ്റെ കണക്കുകൾ ശേഖരിക്കുന്നതിന് നിയമങ്ങൾക്കനുസരിച്ച് ഹൃദയം കൊണ്ട് എല്ലാവർക്കും സുഖം നൽകൂ. നമ്മൾ ആത്മാക്കൾ സുഖദാതാവായ ബാബയുടെ കുട്ടികളാണ്. അങ്ങനെയുള്ള നമ്മൾ ആത്മാക്കൾ
എല്ലാവർക്കും സുഖം കൊടുക്കണം, ആർക്കും ദുഃഖം കൊടുക്കരുത്. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ആത്മീയ സുഖമാണ് നൽകേണ്ടത്. ബാബയുടെ ഈശ്വരീയ നിയമമനുസരിച്ചിട്ടുള്ള സുഖമാണ് നൽകേണ്ടത്, അല്ലാതെ മറ്റൊരു തരത്തിലുള്ളതും അല്ല. ഇപ്രകാരം ഈശ്വരീയ മര്യാദകൾക്ക് അല്ലെങ്കിൽ നിയമങ്ങൾക്കനുസരിച്ചുള്ള സുഖമാണ് നൽകുന്നത് എങ്കിൽ സുഖത്തിൻ്റെ കണക്കുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഓം ശാന്തി.